നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ദിവസം പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഞാൻ പ്രവിത ലക്ഷ്മി. ഞാൻ പ്രജൻസി കണ്ണൻ. ആദ്യ റിപ്പോർട്ടിലേക്ക്. ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. പെട്രോൾ പമ്പ് അനുമതിയുമായി ബന്ധപ്പെട്ട ബെനാമി ഇടപാടിൽ ടി പ്രശാന്തിന്റെ സഹോദരി ഭർത്താവ് രജീഷിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 6 സംഘമാണ് കേസ് അന്വേഷിക്കുക. കണ്ണൂർ റേഞ്ച് DIG രാജ്പാൽ മീണയ്ക്കാണ് മേൽനോട്ട ചുമതല. കേസിൽ ഉയർന്നുവന്ന ഗൂഢാലോചന, ബിനാമി ഇടപാട് ആരോപണങ്ങളും വിശദമായി അന്വേഷിക്കാനാണ് നീക്കം. കണ്ണൂർ DIG ഓഫീസിൽ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പ്രത്യേക യോഗം ചേർന്നു. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരിയും കണ്ണൂർ സൈബർ ASIയും സംഘത്തിലുണ്ട്. യാത്രയയപ്പ് പരിപാടിക്ക് ശേഷം മുനീശ്വരൻ കോവിലിന് സമീപമെത്തിയ നവീൻ ബാബു പിന്നീട് എങ്ങോട്ട് പോയി എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഈ കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും. അതിനിടെ പെട്രോൾ പമ്പിലെ ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട് TV പ്രശാന്തന്റെ സഹോദരി ഭർത്താവ് രജീഷിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. രജീഷാണ് പെട്രോൾ പമ്പിന് പണം മുടക്കിയതെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം പോലീസ് റിപ്പോർട്ട് എതിരായതോടെ PP ദിവ്യക്കെതിരെ ഉടൻ സംഘടനാ നടപടി ഉണ്ടാകും. തരംതാഴ്ത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ബുധനാഴ്ച ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാവുക. 24 കണ്ണൂർ. ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല. യാത്രയയപ്പ് പരിപാടിക്ക് ശേഷം ഔദ്യോഗിക വാഹനത്തിൽ മുനീശ്വരൻ കോവിലിന് സമീപമെത്തിയ നവീൻ ബാബു പിന്നീട് എങ്ങോട്ട് പോയി എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ചിട്ടില്ല. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ PP ദിവ്യക്കെതിരെ സംഘടനാ നടപടിയുണ്ടാകും. നവീൻ ബാബുവിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടന്നിട്ടില്ലെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒട്ടനവധി കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. യാത്രയയപ്പ് പരിപാടിക്ക് ശേഷം വൈകിട്ട് 5:30ക്കും 6 മണിക്കുമിടയിൽ ഔദ്യോഗിക വാഹനത്തിൽ നവീൻ ബാബു നഗരത്തിലെ മുനീശ്വരം കോവിലിന് സമീപമെത്തിയിരുന്നു. ഡ്രൈവറോട് പറഞ്ഞ് അവിടെ ഇറങ്ങി. പിന്നീട് നവീൻ ബാബു എങ്ങോട്ട് പോയി എന്നതിൽ യാതൊരു വിവരവും അന്വേഷണ സംഘത്തിനില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുപോയി എന്ന സൂചനയുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ലെന്നാണ് വിവരം. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഇതുവരെ പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല. അന്വേഷണ സംഘം നേരിട്ടെത്തി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ലെന്നാണ് RPF വ്യക്തമാക്കുന്നത്. പ്രശാന്തിന്റേത് ബിനാമി ഇടപാടാണെന്ന ആരോപണത്തിലോ വിജിലൻസ് പ്രശാന്തന്റെ മൊഴിയെടുത്തുവന്ന പ്രതിഭാഗത്തിന്റെ വാദത്തിലോ പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. അതേസമയം പോലീസ് റിപ്പോർട്ട് എതിരായതോടെ PP ദിവ്യക്കെതിരെ ഉടൻ സംഘടനാ നടപടി ഉണ്ടാകും. തരം താഴ്ത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ബുധനാഴ്ച നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാവുക. ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തുടർ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭ്യമായി കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കാൻ പറ്റും എന്ന് മാത്രമല്ല, അത് ലഭ്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ആ കാര്യം രേഖപ്പെടുത്തുകയും ചെയ്യും. 24 കണ്ണൂർ. 100 കോടിയുടെ കോഴയാരോപണം കത്തുന്നു. NCP അജിത് പവാർ പക്ഷത്തേക്ക് കൂറുമാറാൻ തോമസ് K തോമസ് MLA 100 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണം. MLAമാരായ ആന്റണി രാജുവിനെയും കോവൂർ കുഞ്ഞുമോനെയുമാണ് 50 കോടി രൂപ വീതം വാഗ്ദാനം ചെയ്ത് സമീപിച്ചത്. കോഴ വാഗ്ദാനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് ചെയ്തു. ഇക്കഴിഞ്ഞ 19-ന് നടന്ന NCP യോഗത്തിലും കോഴ വാഗ്ദാനം ചർച്ചയായി. ആക്ഷേപം തള്ളിയ തോമസ് K തോമസ് വിവാദങ്ങൾക്ക് പിന്നിൽ ആന്റണി രാജുവെന്ന് ആരോപിച്ചു. എന്നാൽ വാർത്ത നിഷേധിക്കുന്നില്ല എന്നാണ് ആന്റണി രാജുവിന്റെ പ്രതികരണം. വസ്തുതകൾ പരിശോധിക്കുമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന രാഷ്ട്രീയ കുതിരക്കച്ചവടവും MLAമാരെ ചാക്കിട്ടുപിടുത്തവും കേരളത്തിലേക്കും എത്തിയെന്നതിന്റെ സൂചനയാണ് കോഴ വാഗ്ദാനം. BJP പക്ഷത്തുള്ള NCP അജിത് പവാർ വിഭാഗത്തേക്ക് കൂറുമാറാൻ തോമസ് K തോമസ് MLA 100 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്നാണ് ആരോപണം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിനിടയിലാണ് കോഴ വാഗ്ദാനം നടന്നത്. അജിത് പവാർ പക്ഷത്തേക്ക് ചായാൻ 50 കോടി രൂപ വീതം വാഗ്ദാനം ചെയ്ത് MLAമാരായ ആന്റണി രാജു, കോവൂർ കുഞ്ഞുമോൻ എന്നിവരെയാണ് തോമസ് K തോമസ് സമീപിച്ചത്. ആരോപണം ശ്രദ്ധയിൽപ്പെട്ടതോടെ 2 MLAമാരെയും മുഖ്യമന്ത്രി വിളിപ്പിച്ചു. തലസ്ഥാനത്ത് വെച്ച് മുഖ്യമന്ത്രിയെ കണ്ട ആന്റണി രാജു ആരോപണം സ്ഥിരീകരിച്ചു. ഇന്ന് മാധ്യമങ്ങളോടും ആന്റണി രാജു അതേ സമീപനമാണ് സ്വീകരിച്ചത്. വാർത്ത ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനല്ലോ പ്രതികരിക്കേണ്ടത്. കോവൂർ കുഞ്ഞുമോനെ മുഖ്യമന്ത്രി കൊട്ടാരക്കര PW റെസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. എന്നാൽ കുഞ്ഞുമോൻ ആരോപണം നിഷേധിച്ചു. ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി വിളിപ്പിച്ചെന്ന 24 വാർത്ത കോവൂർ കുഞ്ഞുമോൻ സ്ഥിരീകരിച്ചു. വാസ്തവ വിരുദ്ധമായ വാർത്തയാണ് വന്നിരിക്കുന്നത്. ചെങ്കടി പിടിച്ച പ്രസ്ഥാനത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ 5 പൈസ തന്ന് പച്ചില കാട്ടി എന്നെ വിരട്ടാൻ നോക്കണ്ട. ആരെന്ത് വാഗ്ദാനം ചെയ്താലും
അതിൻ്റെ പിന്നെ പോകുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. മന്ത്രിമാറ്റം ആവശ്യപ്പെട്ട് കൂടിക്കാഴ്ചയ്ക്കെത്തിയപ്പോൾ തന്നെ കോഴ ആരോപണം മുഖ്യമന്ത്രി NCP നേതാക്കളോട് പറഞ്ഞിരുന്നു. അപ്പോൾ തോമസ് കെ തോമസ് ആക്ഷേപം പാടെ നിഷേധിക്കുകയാണ് ചെയ്തത്. നിലപാടിൽ ഉറച്ചു നിന്ന മുഖ്യമന്ത്രി മന്ത്രിമാറ്റം നടക്കില്ലെന്ന് തീർത്തു പറയുകയും ചെയ്തു. മഹാരാഷ്ട്ര പോലും 25 കോടിയെ കൊടുത്തുള്ളൂ, 15 കോടിയെ കൊടുത്തുള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ 50 കോടിയൊക്കെ കൊടുത്ത് അത്ര വലിയ അസറ്റാണ് ആന്റണി രാജു ഒക്കെ, എനിക്കറിയത്തില്ല. ഈ മാസം 19 ചേർന്ന NCP നേതൃയോഗവും കോഴ ആരോപണം ചർച്ച ചെയ്തു. യോഗത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയാണ് ഇത് സംബന്ധിച്ച ചർച്ച സമാപിച്ചത്. 24 പാലക്കാട്. തനിക്കെതിരെയുള്ള കോഴയാരോപണത്തിന് പിന്നിൽ ആന്റണി രാജു MLAയും തൽപര കക്ഷികളുമെന്ന് ആവർത്തിച്ച് കുട്ടനാട് MLA തോമസ് കെ തോമസ് രംഗത്തെത്തി. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കുട്ടനാട് സീറ്റ് സ്വന്തമാക്കാനുള്ള ആന്റണി രാജുവിന്റെ നീക്കമെന്നും കുറ്റപ്പെടുത്തൽ. താൻ മന്ത്രിയാകുമെന്ന് വന്നപ്പോഴാണ് ആരോപണമുയർന്നത്. മുഖ്യമന്ത്രിയെ പരിപൂർണ വിശ്വാസമാണെന്നും ആരോപണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. അതൊക്കെ അടിസ്ഥാനരഹിതമല്ലോ, കേൾക്കുമ്പോൾ അറിയാമല്ലോ. കാരണം ഇതൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. കാരണം അതൊന്നും ഉൾക്കൊള്ളാനേ പറ്റത്തില്ല നമുക്ക്. മന്ത്രിയാകുന്നു എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണല്ലോ ആരോപണം വരുന്നത്. ഇതിനു മുമ്പ് ആരോപണം ഇല്ലായിരുന്നല്ലോ. മന്ത്രി ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്തു. ഒരു തീരുമാനം വെളിയിൽ വന്നപ്പോഴാണല്ലോ ഈ ഗൂഢാലോചന വെളിയിൽ വരുന്നത്. എന്ത് ഗൂഢാലോചന നമുക്കറിയത്തില്ല. 100% മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചാണ്. ഇത് വ്യാജ വാർത്തയാണോ? ഒരു സംശയവും ഇല്ല, വ്യാജ വാർത്തയാണ്. ഇതിനകത്തൊരു വിഷയമില്ല. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമല്ലോ മുഖ്യമന്ത്രി എന്നെ വിളിച്ചത്. അത് ആരാന്നുള്ള വിഷയം അത് ആന്റണി രാജുവാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തിനാണ് പറഞ്ഞത്? അതാണ് കുഞ്ഞുമോൻ പറഞ്ഞത്. വളരെ ക്ലിയർ അല്ലേ? NCPയിലെ കോഴയാരോപണം തള്ളാതെ ആന്റണി രാജു. മാധ്യമങ്ങളിൽ വന്ന വാർത്തയോട് ശശീന്ദ്രനും PC ചാക്കോയും പക്വതയോടെയാണ് പെരുമാറിയത്. എന്നാൽ തോമസ് കെ തോമസ് വാർത്ത നിഷേധിക്കുന്നതിന് പകരം അപക്വമായി പെരുമാറി. താൻ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ വിചാരിച്ചാൽ തെറ്റിദ്ധരിക്കുന്നയാളല്ല മുഖ്യമന്ത്രിയെന്നും ആന്റണി രാജു പറഞ്ഞു. NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PC ചാക്കോയും ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനും വളരെ പക്വമായിട്ടാണ് ആ വാർത്തയോട് പ്രതികരിച്ചത്. എന്നാൽ കാലത്തെ മുതൽ ശ്രീ തോമസ് കെ തോമസ് MLA ഈ വാർത്ത നിഷേധിക്കുന്നതിന് പകരം അപക്വമായ പ്രസ്താവനകളാണ് 3 ഘട്ടങ്ങളിലായി നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരാളാണ് മുഖ്യമന്ത്രി എന്നുള്ള അദ്ദേഹത്തിന്റെ ബാലിശമായ വാദം എത്രയോ അടിസ്ഥാനരഹിതമാണ്. കൂറുമാറ്റത്തിന് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തത് പുറത്തായതോടെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ച വീണ്ടും ചർച്ചയാകുന്നു. ഇടതു വലത് മുന്നണികൾ വിരുദ്ധ സമീപനം സ്വീകരിച്ചിട്ടും സംസ്ഥാനത്ത് നിന്ന് ഒരു വോട്ട് BJP സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് ലഭിച്ചിരുന്നു. ഈ വോട്ട് ആരുടേതാണെന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത്. കോഴ വാഗ്ദാനം NCPയിലും ചർച്ചയാകുന്നുണ്ട്. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് 29-ന് NCP ജില്ലാ നേതൃയോഗം വിളിച്ചു. 2022 നടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് കേരളത്തിൽ നിന്ന് ഒരു വോട്ട് ലഭിച്ചിരുന്നു. സംസ്ഥാന നിയമസഭയിൽ BJPക്ക് പ്രാതിനിധ്യമില്ല. ഇടത് വലത് മുന്നണികൾ യശ്വന്ത് പിന്തുണച്ചത്. എന്നിട്ടും BJP പക്ഷത്തേക്ക് ഒരു വോട്ട് വീണത് മുന്നണികളെ ഞെട്ടിച്ചിരുന്നു. കൂറുമാറ്റത്തിലുള്ള കോഴ വാഗ്ദാനം പുറത്തു വന്നതോടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ച വീണ്ടും ചർച്ചയാവുകയാണ്. വോട്ട് ചോർച്ചയും കോഴ വാഗ്ദാനവും തമ്മിൽ ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകളാണ് ഇടതുമുന്നണിയിൽ ഇപ്പോൾ നടക്കുന്നത്. ചോർച്ച മുന്നണിയിൽ നിന്ന് തന്നെയാണോ എന്ന സംശയവും ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്. കോഴ വാഗ്ദാനം NCPയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും കലുഷിതമാക്കി. ആരോപണത്തിന്റെ സത്യസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് തോമസ് കെ തോമസിന്റെ ജില്ലയായ ആലപ്പുഴയിലെ NCP ഘടകം തന്നെ രംഗത്ത് വന്നു. പ്രശ്നം ചർച്ച ചെയ്യാൻ 29-ന് ജില്ലാ നേതൃയോഗവും വിളിച്ചിട്ടുണ്ട്. എന്നാൽ കോഴ വാഗ്ദാനം NCP അജിത് പവാർ പക്ഷം നിഷേധിച്ചു. ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞാൻ അറിയാതെ അങ്ങനെ ചർച്ച നടക്കൂ? ഈ ഇലക്ഷൻ കമ്മീഷനിലും സുപ്രീം കോടതിയിലും കേസ് നടക്കുമ്പോൾ 2 വിഭാഗവും കേരളത്തിലുള്ള അവരവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ അഫിഡവിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റാമ്പ് പേപ്പറിൽ. മനസ്സിലായോ? ആ അഫിഡവിറ്റ് അജിത് പവാറിന് വേണ്ടിയിട്ട് തോമസ് കെ തോമസോ ഈ AK ശശീന്ദ്രനോ തന്നിട്ടില്ല. പരസ്യമായി തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും കോഴ വാഗ്ദാനം ആയുധമാക്കാനാണ് മന്ത്രി AK ശശീന്ദ്രന്റെ നീക്കം. വനംവകുപ്പിൽ നിന്ന് അനധികൃതമായി ചില സഹായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതെന്ന് NCP യോഗത്തിൽ AK ശശീന്ദ്രൻ ആരോപിച്ചിരുന്നു. PC ചാക്കോയെയും ഇതിൽ ശശീന്ദ്രൻ ലക്ഷ്യമിടുന്നുണ്ട്. 24 പാലക്കാട്.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ ജില്ലാ സെക്രട്ടറിയുമായി ഇടഞ്ഞ് പാർട്ടി വിടാനൊരുങ്ങിയ ഏരിയ കമ്മിറ്റി അംഗത്തെ അനുനയിപ്പിച്ച് സിപിഐഎം ജില്ലാ നേതൃത്വം. അബ്ദുൾ ഷുക്കൂറിനെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന കൺവെൻഷനിൽ എത്തിച്ചായിരുന്നു സിപിഐഎമ്മിന്റെ പ്രതിരോധം. കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും അവസാന നിമിഷം അബ്ദുൾ ഷുക്കൂർ തീരുമാനം മാറ്റുകയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പാലക്കാട്ടെ സിപിഐഎം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സിപിഐഎമ്മിന്റെ ചോരക്കൊടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ തുള്ളി ചോര കൊണ്ടുണ്ടാക്കിയതാണ്. ഷുക്കൂറൊന്നും സിപിഐഎം വിട്ടു പോവില്ല. പാലക്കാട്ടെ സിപിഎമ്മിനെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഷുക്കൂറിന്റെ വീട്ടിന്റെ മുമ്പിൽ ഇറച്ചിക്കടയ്ക്ക് മുമ്പിൽ പട്ടികൾ നിൽക്കുന്നത് പോലെ കാവൽ നിന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തുക. അതാണ് ഷുക്കൂർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആർ ശ്രീയത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും. ശ്രീയത്ത്, അബ്ദുൾ ഷുക്കൂറാണ് ഇന്നൊരു പക്ഷേ പാലക്കാടെ വാർത്താത്താരം എന്ന് പറയാം. NDAയും ഒപ്പം UDFും ഒരുപോലെ ചാക്കിടാൻ നോക്കുന്നു. പക്ഷേ ഒടുവിൽ CPM തന്നെ അണുനയിപ്പിച്ച് തിരികെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. ആ കാഴ്ച നമ്മൾ കാണുന്നു. പക്ഷേ അപ്പോഴും എങ്ങനെ ഈ അണുനയം സാധ്യമായി എന്ന് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? NN കൃഷ്ണദാസിന്റെ പ്രതികരണം കണ്ടതാണ്. മാധ്യമങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതും നമ്മൾ കണ്ടു. എന്താണ് ഇന്ന് സംഭവിച്ചത് പാലക്കാട്? പാലക്കാട് ഇന്ന് രാവിലെ ഏരിയ കമ്മിറ്റി അംഗമായ അബ്ദുൾ ഷുക്കൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഏകാധിപതി പോലെ പെരുമാറുന്നു, തൻ്റെ മേഖലയിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും പതിക്കാത്തതിൻ്റെ പേരിൽ തന്നെ നിരന്തരം പേരെടുത്ത് ശകാരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഷുക്കൂർ പറഞ്ഞത്. ഷുക്കൂർ പാർട്ടി വിടുമെന്ന സൂചനയാണ് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത്. ഇത് വലിയ വാർത്തയായതോടെ CPMന്റെ ജില്ലാ നേതൃത്വം അനുനയ ശ്രമങ്ങളുമായി ഇടപെട്ടു. അനുനയത്തിനായി പല നേതാക്കളെ ഷുക്കൂറിന്റെ സമീപത്തേക്ക് അയച്ചു. ഇതിലേറ്റവും പ്രധാനി പാലക്കാട് നിന്നുള്ള CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ NN കൃഷ്ണദാസ് ആയിരുന്നു. കൃഷ്ണദാസ് ഷുക്കൂറുമായി സംസാരിച്ചാണ് അദ്ദേഹത്തെ അനുനയിപ്പിച്ചത്. പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതിനിടയ്ക്ക് ഷുക്കൂറിനെ അനുനയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണവുമായും രംഗത്ത് വന്നിരുന്നു. അതായത് താൻ ഒരിക്കലും ഏകാധിപതിയെ പോലെ പെരുമാറിയിട്ടില്ല, അദ്ദേഹം വികാരവിക്ഷോഭത്താൽ പറഞ്ഞതാണ്, പാർട്ടിക്ക് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഷുക്കൂർ ഉണ്ടാക്കിയിട്ടില്ല, ഷുക്കൂർ ഈ പാർട്ടി വിട്ടു പോകില്ല എന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ പ്രതികരണം. ഇതെല്ലാം കൂടി വന്നപ്പോൾ ഷുക്കൂറും അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങുകയായിരുന്നു. ശരി, ആർ ശ്രീജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായ AK ഷാനിബ്. ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ P സരിന് ഷാനിബ് നിരുപാധിക പിന്തുണ നൽകും. പാലക്കാട് NDAയിലും പൊട്ടിത്തെറി. മുന്നണിയിൽ നിന്നുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് BDJS ജില്ലാ കമ്മിറ്റി അംഗം S സതീഷ് നാമനിർദ്ദേശ പത്രിക നൽകി. പരമാവധി വോട്ടേഴ്സിനെ കണ്ട് രണ്ടാം ഘട്ട പ്രചരണം സജീവമാക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. LDF ക്യാമ്പിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് AK ഷാനിബിന്റെ പിന്തുണ. പത്രിക നൽകരുതെന്നും ഒപ്പം നിൽക്കണമെന്നുള്ള സരിന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് AK ഷാനിബിന്റെ തീരുമാനം. കോൺഗ്രസിനകത്തെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം പാലക്കാടുണ്ട്. നിങ്ങൾക്ക് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ആ വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല, എൻ്റെ പോരാട്ടം പാഴായി പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ തീരുമാനമെടുത്ത് സരിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സരിന് പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. പാലക്കാട് NDAയിലും വിഭാഗീയത മറന്നേക്കി പുറത്തുവന്നു. പിന്നോക്ക വിഭാഗങ്ങളെ പരിഗണിക്കുന്നില്ല എന്നാരോപിച്ച് BDJS ജില്ലാ കമ്മിറ്റി അംഗം S സതീഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകി. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏഴവാദി പിന്നോക്കക്കാരെ അംഗീകരിച്ചിട്ടില്ല. നിർദ്ദേശം അവർക്ക് ആർക്കും ഒരു സാധനം കൊടുത്തിട്ടില്ല. അവർ പോസ്റ്റ് ഒട്ടിക്കാനും തല്ലാനും ചാവാനും കുറേ കേസുകൾ കിട്ടാനും അവരുടെ ജീവിതങ്ങൾ പാഴാകുന്നല്ലാണ്ട് നമുക്ക് യാതൊരു ഇതും കിട്ടുന്നില്ല. കണ്ണാടി, കാഴ്ചപ്പറമ്പ് മേഖലകളിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പ്രചരണം ആരംഭിച്ചത്. C കൃഷ്ണകുമാർ പിരാരി മേഖലയിലും ഡോക്ടർ P സരിൻ വടക്കന്തറ ക്ഷേത്രത്തിൽ നിന്നുമാണ് പ്രചരണം തുടങ്ങിയത്. 24 പാലക്കാട്. വർഗീയതയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ചും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ചേലക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലപ്പുറം ജില്ലയിൽ സ്വർണം പിടികൂടിയെന്ന് പറയുമ്പോൾ എന്തിനാണ് പൊള്ളുന്നതെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് സർക്കാർ തടയുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിനിടെ ചേലക്കരയിലെ DMK സ്ഥാനാർത്ഥി NK സുധീർ PV അൻവറിന്റെ സാന്നിധ്യത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകി. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ആദ്യ കൺവെൻഷനാണ് ചേലക്കരയിൽ നടന്നത്. വർഗീയ ശക്തികൾക്കെതിരെ സ്വീകരിച്ച നിലപാട് വിശദീകരിച്ച മുഖ്യമന്ത്രി കോൺഗ്രസ് വർഗീയതയുമായി സമരസപ്പെടുകയാണെന്ന് കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്തിലെ നടപടിയെ ഒരു മതവിഭാഗവുമായും മലപ്പുറം ജില്ലയുമായും കൂട്ടിക്കെട്ടേണ്ടെന്നും പിണറായി വിജയൻ തുറന്നടിച്ചു. ആ പിടികൂടിയ 147 കിലോയില് 124 കിലോ സ്വർണം മലപ്പുറം ജില്ലയിലാണ് പിടികൂടിയത്.
ഇതെന്തോ മലപ്പുറം ജില്ലക്കെതിരായ ഒരു നീക്കമാണോ? തൃശൂരിലെ BJP വിജയം കോൺഗ്രസ് വോട്ടുകൊണ്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്ക് പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി. 87,000-ഓളം വോട്ടിന്റെ കുറവ് സംഭവിക്കുന്നു. LDF ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിലും 16,000 വോട്ട് അതിന് മുന്നിലത്തെ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാളും കൂടുതൽ നേടുന്ന അവസ്ഥയുണ്ടാകുന്നു. മുണ്ടക്കൈ ദുരന്തത്തിൽ ന്യായമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ലെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇതിനിടെ PV അൻവറിന്റെ സാന്നിധ്യത്തിൽ ചേലക്കര DMK സ്ഥാനാർത്ഥി NK സുധീർ നാമനിർദ്ദേശ പത്രിക നൽകി. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും പര്യടനം പുരോഗമിക്കുകയാണ്. 24 ചേലക്കര. ഇടത് സഹയാത്രികനും കൊടുവള്ളി MLA-യുമായിരുന്ന കാരാട്ട് റസാഖ് PV അൻവറിന്റെ DMK-യിലേക്ക് അടുത്തയാഴ്ച DMK-യിൽ ചേരുമെന്നാണ് വിവരം. ഇന്ന് ചേലക്കരയിലെത്തിയ കാരാട്ട് റസാഖ് PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തി. ഇടതുമുന്നണിയിൽ കൂട്ടപ്പൊരിച്ചിൽ നടത്തി അൻവർ പുറപ്പെട്ടു പോയപ്പോഴും താൻ LDF-ൽ തന്നെ തുടരുമെന്ന് ആണയിട്ടയാളാണ് കാരാട്ട് റസാഖ്. കൊടുവള്ളിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടത്ര പിന്തുണ CPIM-ൽ നിന്ന് കിട്ടിയില്ല എന്ന പരിഭവം പലതവണ പറഞ്ഞെങ്കിലും കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ചേലക്കരയിൽ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ കാരാട്ട് റസാഖ് CPIM-നെ വൈകാതെ മൊഴിചൊല്ലുമെന്ന സൂചന നൽകി. വ്യക്തിപരമായി കാണാൻ വന്നതാണ്. ഇനിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കും. കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട്. പഠിച്ച് തീർച്ചയായിട്ടും പിന്തുണ കൊടുക്കേണ്ടതുണ്ട് എന്ന് അൻവർ സാഹിബ് പറയുകയാണെങ്കിൽ അത് കൊടുക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കും. താൻ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് കാരാട്ട് റസാഖിന് ബോധ്യപ്പെട്ടെന്നും അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ DMK-യിലേക്ക് വരാമെന്നും PV അൻവറിന്റെ പച്ചക്കൊടി. അപ്പോൾ അദ്ദേഹം 1-2 കാര്യങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ആ വെയിറ്റിങ്ങിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം വെയിറ്റ് ചെയ്യട്ടെ. അതേസമയം കാരാട്ട് റസാഖ് അടുത്തയാഴ്ച DMK-യിൽ ചേരുമെന്നാണ് വിവരം. മലബാർ കേന്ദ്രീകരിച്ച് DMK-യിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് കാരാട്ട് റസാഖിൽ ഒതുങ്ങുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. 24 ചേലക്കര. VD സതീശനുമായി ഭിന്നതയുണ്ടെന്ന് 24-ലൂടെ K സുധാകരൻ മനസ്സു തുറന്നതിന് പിന്നാലെ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. KPCC അധ്യക്ഷന്റെ നിലപാടിനെ K മുരളീധരൻ തള്ളിയപ്പോൾ അദ്ദേഹം നിഷ്കളങ്കനും പാവവുമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. K സുധാകരന്റെ തുറന്നു പറച്ചൽ കോൺഗ്രസിനെതിരെ ആയുധമാക്കാനുള്ള ശ്രമത്തിലാണ് CPIM. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ഭിന്നത 24-ലൂടെ മറനീക്കിയത്. വിവാദ പ്രസ്താവന നടത്തിയ K സുധാകരൻ നിഷ്കളങ്കനെന്ന് പറഞ്ഞ് വിവാദം അവസാനിപ്പിക്കാനാണ് VD സതീശന്റെ ശ്രമം. അദ്ദേഹം നിഷ്കളങ്കനും പാവമായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടിയാലോചന നടത്തിയിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് UDF-ന്റെ അഭിപ്രായമാണ്. അദ്ദേഹം പാവവും നിഷ്കളങ്കനും എന്നെ പോലെയല്ല. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ആ പണിയായിട്ട് ഇറക്കണ്ട. അൻവറിനെ പിന്തുണച്ച KPCC അധ്യക്ഷനെ അപ്പാടെ തള്ളുകയാണ് K മുരളീധരൻ. അൻവർ ഉയർത്തിയ പല നിർദ്ദേശങ്ങളും UDF-ന് സ്വീകാര്യമല്ല. UDF എന്ന് പറഞ്ഞാൽ ശ്രീ K സുധാകരൻ ഉൾപ്പെട്ടതാണ് UDF, അദ്ദേഹം കൂടി ഉൾപ്പെട്ടതാണ് കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടി എല്ലാവരും ആലോചിച്ചെടുത്തിട്ടുള്ള തീരുമാനം അൻവറിന്റെ ഉപാധികൾ ഒന്നും അംഗീകരിക്കണ്ട. പെട്ടെന്നുണ്ടായ അഭിപ്രായ പ്രകടനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിഷയം ലഘൂകരിച്ചു. UDF-ൽ സതീശനും സുധാകരനും തമ്മിൽ കടുത്ത ഭിന്നതയിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭിന്നതയുടെ കാരണം PV അൻവറാണെന്നും MV ഗോവിന്ദൻ. അതായത് കോൺഗ്രസ് എല്ലാ സന്ദർഭത്തിലും തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴൊക്കെ അവരുടെ സംഘർഷങ്ങളുണ്ട്. അത് അസംബ്ലി പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുമുണ്ട്, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുമുണ്ട്. ആ സംഘർഷം ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൻവറിന്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുധാകരനും അതുപോലെ തന്നെ സതീശനും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ പിന്തുണാ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവുമായുള്ള അഭിപ്രായ വ്യത്യാസം 24-ലൂടെയാണ് KPCC അധ്യക്ഷൻ തുറന്നു പറഞ്ഞത്. അൻവറിനെ സഹകരിപ്പിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും പ്രതിപക്ഷ നേതാവുമായി അൻവർ തെറ്റിയതിനെ തുടർന്നാണ് ഇത് നടക്കാതെ പോയതെന്നുമായിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക് 24. അബ്ദുൽ നാസർ മദനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. മദനിയിലൂടെ യുവാക്കൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ബാബറി തകർച്ചയ്ക്ക് ശേഷമുള്ള മദനിയുടെ പ്രഭാഷണ പര്യടനം തീവ്രവാദം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചെന്നും ആരോപണം. നാളെ പുറത്തിറങ്ങുന്ന കേരള മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിലാണ് P ജയരാജന്റെ ഈ പരാമർശം. രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട് എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, മുഖ്യമന്ത്രിയുടെ ദേശവിരുദ്ധ പരാമർശം ആ രീതിയിൽ വലിയ വിവാദമായതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് P ജയരാജന്റെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവരുന്നത്. ആ പുസ്തകത്തിലെ മദനിക്കെതിരെയുള്ള പരാമർശങ്ങൾ അത്
ഗുരുതരമായ ആരോപണമാണ്. ഒപ്പം തന്നെ മദനി സജീവമായ രാഷ്ട്രീയ രംഗത്തില്ലെങ്കിൽ പോലും അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടി, അദ്ദേഹത്തിന്റെ പ്രവർത്തകർ, അണികൾ, ഇവർക്കെല്ലാം ഏത് രീതിയിൽ ബാധിക്കുമെന്നത് കണ്ടറിയണം. വിവരങ്ങൾ എന്താണ്? പ്രജിൻ പ്രവിത, നാളെയാണ് പി ജയരാജന്റെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഇതിലെ 250 പേജിലെ ISSഉം മദനിയും എന്ന ഭാഗത്താണ് മദനിയുമായി ബന്ധപ്പെട്ട പ്രധാന ഭാഗങ്ങളുള്ളത്. അതായത് മദനിയിലൂടെ യുവാക്കൾ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുവെന്ന് പി ജയരാജൻ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബാബറി തകർച്ചയ്ക്ക് ശേഷമുള്ള മദനിയുടെ പ്രഭാഷണ പര്യടനം തീവ്രവാദം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചുവെന്നും പരാമർശമുണ്ട്. അതുമാത്രമല്ല, അതിവൈകാരികമായ പ്രസംഗങ്ങളിലൂടെ ആളുകൾക്കിടയിൽ തീവ്ര ചിന്താഗതികൾ വളർത്താൻ മദനി ശ്രമിച്ചുവെന്നും പി ജയരാജൻ പറയുന്നുണ്ട്. അതായത് 1990-ൽ RSSനെ അനുകരിച്ച് മദനി ISS എന്ന സംഘടന രൂപീകരിച്ചിരുന്നു. അതിലൂടെ യുവാക്കൾക്ക് ആയുധ ശേഖരവും പരിശീലനവും നൽകിയെന്ന ഗുരുതരമായ ആരോപണവും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്തായാലും നാളെയാണ് മുഖ്യമന്ത്രി ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. പ്രജിൻ. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ആരോഗ്യ സർവകലാശാല BC പുനർനിയമനത്തിൽ ഗവർണർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണ്. സർവകലാശാലകളിൽ ഗവർണർ നിയമനം നടത്തുന്നത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. എപ്പോൾ ദിവസം പോകുമെന്ന് പറയാൻ പറ്റില്ല. പുതിയ ഗവർണർ വരുന്നവരെ മാത്രമേ ചാൻസ് ഉള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷൂട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അല്ലാണ്ട് തന്നെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നു. ആരോഗ്യ സർവകലാശാല VC നിയമനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറിക്ക് മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി. ഗവർണറുടെ തീരുമാനം നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയിൽ താൻ മറുപടി പറയുന്നില്ല. അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നും ഗവർണർ പറഞ്ഞു. They are entitled to their opinion. I am not going to have already said that these irresponsible people who organize physical attacks on the governor, I am not going to respond to them. Universities are not government departments. They are autonomous institutions. They are academic institutions. If I have my way, I will not allow one university without a vice chancellor even for a day. Other universities did not have the power because of the stay given by the Honorable Court. കായിക വാർത്തയിലേക്ക് വന്നാൽ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചിരവൈരികളായ ബംഗളൂരു FCക്കെതിരെ മത്സരിക്കും. മത്സരം രാത്രി 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തത്സമയം. അനിൽ, വലിയ ആവേശം ഉണ്ടാകും കൊച്ചിയിൽ എന്ന കാര്യം ഉറപ്പാണ്. എവേ മത്സരത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ നേടിയ ജയം വലിയ ആത്മവിശ്വാസം ടീമിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്വന്തം തട്ടകമാണ് കൊച്ചി. അപ്പോൾ മഞ്ഞപ്പട ഇതിനോടകം അവിടെ കൈയടക്കിയിട്ടുണ്ടാകുമെന്നറിയാം. എന്താണ് വിവരങ്ങൾ? പ്രജിൻ പ്രവിത പറയുന്നത് പോലെ തന്നെ വെറുമൊരു മത്സരമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ബംഗളൂരുവിനെതിരായ മത്സരം. എന്നും ധാരാളം കണക്കും കലിപ്പും ഒക്കെ തന്നെ തീർക്കാനുള്ള നമ്മുടെ ഒരു ചിരവൈരികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അവർക്കെതിരായ മത്സരത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7:30-ക്കാണ് കിക്ക് ഓഫ്. ഇപ്പോൾ ടീമുകൾ രണ്ടും സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ ഇത്ര നേരം സ്റ്റേഡിയം നിറയുന്ന തരത്തിൽ ആരാധകരായിരുന്നു, അത്ര കണ്ട ആരാധകരായിരുന്നു. ഈ സീസണിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ മഞ്ഞപ്പടയുടെ ഒരു ഗ്യാലറി നിറയ്ക്കുന്ന തരത്തിലുള്ള കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ആരാധകരൊക്കെ തന്നെ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി മത്സരം തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സീസണിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെ, ഒറ്റ ഗോളും പോലും വഴങ്ങാതെ ഒന്നാം സ്ഥാനത്താണ് നിലവിൽ ബംഗളൂരു FC. അവർക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് 8 പോയിന്റുള്ള 5-ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ഗോളടിച്ച് ജയിച്ചു കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടീം ലിസ്റ്റിൽ ഒരു ആശങ്കയായി ഇപ്പോൾ ഉള്ളത് നോഹ ഈ കളിക്ക് ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അതുമാത്രമാണ് നമുക്കൊരു ആശങ്കയുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. പ്രജിൻ പ്രവിത. ശരി, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നാണ് അനിൽ വാസുദേവ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. 24 റൗണ്ട് പൂർത്തിയാവുന്നു.